ഹലോ ഫ്രണ്ട്സ്, techinfocafe ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സിം നമുക്ക് ജിയോയിലേക്ക് പോർട്ട് ചെയ്യുക. അതിപ്പോൾ ഏത് സിം ആയാലും, എയർടെൽ ആയാലും, V1 ആയാലും, അങ്ങനെ ഏത് സിം ആയാലും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സിം നമുക്ക് ജിയോയിലേക്ക് പോർട്ട് ചെയ്യാം. അതിനുള്ളൊരു എളുപ്പ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജിയോയിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മൈ ജിയോ എന്ന് പറയുന്ന ജിയോയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് താഴെയായിട്ട് പോർട്ട് ടു ജിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ഓഫറും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോർട്ട് ചെയ്യണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് വായിച്ച് നോക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ നമ്പറിൽ നിന്നും പോർട്ട് എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പറും അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 1900 എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോർട്ടിംഗ് നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. ആ മെസ്സേജ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ആ പോർട്ടിംഗ് നമ്പർ നമുക്ക് അത്യാവശ്യമാണ്. ആ യൂണിക്യൂ നമ്പർ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ സിം നമുക്ക് പോർട്ട് ചെയ്യുന്നതിന് ആ നമ്പർ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കി അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ മെസ്സേജ് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ അയച്ച് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഈ പോർട്ട് ടു ജിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ രണ്ട് കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീപെയ്ഡ് സിം വേണോ പോസ്റ്റ് പെയ്ഡ് സിം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് സിം മതിയെങ്കിൽ പ്രീപെയ്ഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രീപെയ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലാറ്റ് നമ്പറും കാര്യങ്ങളും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇപ്പം ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ്, ഫോട്ടോ ലൈവായിട്ട് എടുക്കുകയാണ്. ഫോട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആധാർ കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ SMS വന്ന യൂണിക്യൂ പോർട്ടിംഗ് ID ഉണ്ടല്ലോ, ഒരു നമ്പർ ഉണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾ കളയാണ്ട് ഒരിടത്ത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുകയോ വേണം. അതും ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഒരു വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന BSNL ആയാലും എയർടെൽ ആയാലും ഒരു സിം നിങ്ങൾക്ക് ജിയോയിലേക്ക് പോർട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ മെത്തേഡാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിം നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക മാക്സിമം.